നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL കഴിഞ്ഞല്ലോ, ഇനി വിലയിരുത്തലുകളുടെ ഒരു സമയമാണ്. ഈ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ചൊരു ടീമിനെ പിക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യസ്തമായ ടീമുകളും ഒക്കെ ആയിരിക്കും സെലക്ട് ചെയ്യാനുണ്ടാവുക. ESPN ക്രിക്കറ്റ് ഇൻഫോയുടെ IPL 2025 ടീം ഓഫ് ദി ടൂർണമെൻറ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 12 താരങ്ങളുണ്ട്. ഇമ്പാക്റ്റ് സിമ്പിളുള്ളതുകൊണ്ട് ഇപ്പോൾ IPL പ്ലേയിങ് 11 അല്ലല്ലോ, പ്ലേയിങ് 12 ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കാം ആരൊക്കെയാണുള്ളത് എന്ന്. സായ് സുദർശൻ ഓപ്പണറായിട്ട്. സായ് സുദർശൻ ഒരു സംശയവും വേണ്ട, അദ്ദേഹം അർഹിക്കുന്ന ഒന്നാണ് ടീം ഓഫ് ദി ടൂർണമെൻറ്റിൽ ഇടം പിടിക്കുക എന്നുള്ളത്. 15 ഇന്നിങ്സുകൾ 759 റൺസ് അടിച്ചു. 156.17 ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. 54.21 അദ്ദേഹത്തിൻ്റെ ആവറേജ് വന്നത്. ഒരു സെഞ്ചുറി അടിച്ചു, 6 50 അടിച്ചു. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചിട്ടുള്ള GTയുടെ താരം സായ് സുദർശൻ. ഒപ്പം അദ്ദേഹത്തോടൊപ്പം ഓപ്പണറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് RCBയുടെ ലെജൻഡ് കിങ് കോഹ്ലിയാണ്. കിരീട ജേതാക്കൾക്ക് വേണ്ടി അദ്ദേഹം 15 മത്സരങ്ങളിൽ നിന്ന് 657 റൺസാണ് അടിച്ചത്. 144.71 സ്ട്രൈക്ക് റേറ്റിൽ, 54.75 ആവറേജിൽ അദ്ദേഹം കളിച്ചു. 8 അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം ഈ ഒരു IPL ടൂർണമെൻറ്റിൽ നേടിയിരുന്നു. ജോസ് ബട്ട്ലറാണ് നമ്പർ 3 വരിക. ജോസേട്ടനും മികവ് കാണിച്ച ഒരു സീരീസാണ്. അദ്ദേഹം 13 മത്സരങ്ങളിൽ നിന്ന് 13 ഇന്നിങ്സുകളിൽ നിന്ന് 538 റൺസാണ് അടിച്ചത്. 163.03 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ആവറേജ് 59.77. 5 അർദ്ധ സെഞ്ചുറികൾ ജോസ് ബട്ട്ലർ നേടുകയുണ്ടായി. സൂര്യകുമാർ യാദവാണ് തൊട്ടു പിന്നാലെ. സ്കൈ 16 ഇന്നിങ്സിൽ നിന്ന് 717 റൺസാണ് അടിച്ചത്. 167.91 ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. ആവറേജ് 65.18. 5 അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നും പിറക്കുകയുണ്ടായി. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റനായിട്ട് ഈ ഒരു ടീം ഓഫ് ദി ടൂർണമെൻറ്റിലുള്ളത്. 17 ഇന്നിങ്സുകൾ 604 റൺസ്, സ്ട്രൈക്ക് റേറ്റ് 175.07, ആവറേജ് 50.33. 6 അർദ്ധ സെഞ്ചുറികളാണ് ശ്രേയസ് അയ്യർ നേടിയിട്ടുണ്ടായിരുന്നത്. ഹാർദിക് പാണ്ഡ്യയാണ് തൊട്ടു പിന്നാലെയുള്ളത്. 15 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 224 റൺസ് അടിച്ചു. 163.5 ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. 14 വിക്കറ്റുകൾ നേടി. ഇക്കണോമി 9.77. മികച്ച ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനിൽ നിന്ന് വന്നിരിക്കുന്നത്. വിക്കറ്റ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മയാണ്. 15 കളിയിൽ നിന്ന് 261 റൺസ്. സ്ട്രൈക്ക് റേറ്റ് നോക്കണം, വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു അത്. 176.35. 19 ക്യാച്ചുകളും ഒരു സ്റ്റംപിങ്ങും വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ അദ്ദേഹം നടത്തുകയുണ്ടായി. കൃണാൽ പാണ്ഡ്യ RCBയുടെ വിജയത്തിൽ സുപ്രധാന പങ്കുവഹിച്ച താരമാണ്. 15 മത്സരങ്ങളിൽ നിന്ന് 17 വിക്കറ്റ്. ഇക്കണോമി 8.23. 109 റൺസ് അദ്ദേഹം അടിക്കുകയും ചെയ്തു. 126.74 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് വന്നത്. മികച്ച പ്രകടനം ബാറ്റ് കൊണ്ടൊരു കളിയിൽ അദ്ദേഹം നടത്തി. മാച്ച് വിന്നിംഗ് പ്രകടനം DCക്കെതിരെ 73 നോട്ടൗട്ട് അദ്ദേഹം അടിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഫൈനലിലടക്കം മിന്നും പ്രകടനമാണ് നടത്തിയത്. കുറഞ്ഞ റണ്ണ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ബൗളിംഗ് പെർഫോമൻസ്, അതാണ് യഥാർത്ഥത്തിൽ RCB ആ മത്സരം വിജയിക്കാൻ പര്യാപ്തമാക്കിയത്. നൂർ അഹമ്മദാണ് അടുത്തതായിട്ട് സ്ക്വാഡിലുള്ളത്. ഒരു സംശയവും വേണ്ട, CSK ഇറക്കിയ കാശ് മുതലായ ഒരു വിദേശ താരം അദ്ദേഹമാണ്. 14 ഇന്നിങ്സിൽ നിന്ന് 24 വിക്കറ്റുകൾ അദ്ദേഹം നേടുകയുണ്ടായി. 8.2 ഇക്കണോമി, ആവറേജ് 17. മികച്ച പ്രകടനം അഫ്ഗാനി യുവതാരം നടത്തിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ 12 ഇന്നിങ്സുകളാണ്. ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം നഷ്ടമായി. 12 ഇന്നിങ്സുകൾ കളിച്ചിട്ട് 18 വിക്കറ്റ് അദ്ദേഹം നേടുകയുണ്ടായി. 6.67 ഇക്കണോമി. അതൊരു വല്ലാത്ത കണക്കാണ്. T20 6.67 ഇക്കണോമി, ആവറേജ് 17.55. പ്രസിദ്ധ് കൃഷ്ണയാണ് അടുത്തായിട്ട് ടീമിലുള്ളത്. ഈ IPLലെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡറാണല്ലോ. 15 ഇന്നിങ്സിൽ നിന്ന് 25 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത്. ഇക്കണോമി 8.27 ആയിരുന്നു. ആവറേജ് 19.52. ഇമ്പാക്റ്റ് സബായിട്ട് ജോ ഷെയ്സൽവുഡ്, 12ാമനായിട്ട് ജോ ഷെയ്സൽവുഡാണ് RCBയുടെ വിജയത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട റോൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 12 ഇന്നിങ്സിൽ നിന്ന് 22 വിക്കറ്റുകൾ അദ്ദേഹം നേടുകയുണ്ടായി. 8.77 ഇക്കണോമി, ആവറേജ് 17.54. അപ്പോൾ ഇതാണ് ESPN ക്രിക്കറ്റ് ഇൻഫോയുടെ ടീം ഓഫ് ദി ടൂർണമെൻറ്റ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോസ് അനുവദിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.